ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം തലശ്ശേരി മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. തലശ്ശേരി ബിരിയാണി കഴിച്ചവർക്കൊക്കെ അറിയായിരിക്കും എത്രമാത്രം ടേസ്റ്റ് ആണെന്നല്ലേ. അപ്പോൾ ഞാനത് പറയേണ്ടതില്ല. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അതുമാത്രമല്ല, ഇതൊരു സ്പെഷ്യൽ മസാലയും കൂടിയാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. ബിരിയാണിയുടെ തന്നെ ഞാൻ ഒരുപാട് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വേണ്ടവരൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഇതാ നമ്മുടെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫിഷൊക്കെ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫിഷ് വെച്ചിട്ടും ഈ ഒരു ടൈപ്പിലുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫിഷൊക്കെ കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ഫിഷിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ തന്നെ മാഗ്നേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ വെറുതെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഫിഷിൽ പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാക്കുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ റൈസൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി നമ്മുടെ ബിരിയാണി പോട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലും പിന്നെ ഗീയും കൂടി മിക്സായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള 2 ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നമ്മുടെ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനുള്ള ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഒനിയനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വാഷ് ചെയ്തെടുത്തിട്ടുള്ള റൈസില്ലേ, അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഈ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വല്ലാണ്ടങ്ങ് ഓവറായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു മീഡിയം സൈസിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പരുവ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന കണക്കിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പണാക്കി നോക്കാം. അപ്പോൾ അത് നമ്മുടെ റൈസിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇങ്ങനെ ഈ ഒരു ടൈമിൽ മിക്സാക്കി എടുക്കാതിരുന്നാൽ നമ്മുടെ റൈസ് റെഡിയായി വരുന്ന സമയത്ത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ റൈസൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നല്ലപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഫിഷ് ഇല്ലേ, അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം ഈ ഒരു പാനിൽ കൊള്ളില്ലല്ലോ. അപ്പോൾ 2-3 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാൻ വലിയ സൈസിലൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ബാച്ച് ഫിഷില്ലേ, അതും കൂടി ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഫിഷും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അവിടെ നിൽക്കട്ടെ, നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് വേറൊരു പോട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ നമ്മുടെ ഒനിയൻ ഫ്രൈ ചെയ്തെടുത്തത് കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് വീണ്ടും ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ചിലർക്ക് മസാലയൊക്കെ വല്ലാണ്ടങ്ങ് ആവശ്യമായിട്ട് വരില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ മസാല കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഫിഷിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 പീസ് ഫിഷ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാനില്ലേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ റൈസില്ലേ അതൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു 3 മിനിറ്റിന് ശേഷം നമ്മുടെ റൈസൊക്കെ നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള മസാലയുടെ ഉള്ളിയില്ലേ അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വേണ്ടിയിട്ട് ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. എരിവ് കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 10 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എരിവ് കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 7 എണ്ണം മതിയാവും. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു ബൾക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ആ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ മസാലക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ടൈം എടുത്തിട്ട് തന്നെ ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ആ ഒരു മസാലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെപ്പർ പൗഡറൊന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. പക്ഷേ ഇന്നത്തെ ഈ ഒരു മസാല ഒരു വെറൈറ്റി മസാലയാണ് കേട്ടോ. അതുകൊണ്ടാണ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഓരോ പൊടികളുടെയൊക്കെ പച്ചമണയില്ലേ അത് മാറുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷും കൂടി ഇട്ട് കൊടുക്കാം. ഫിഷ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ആദ്യം തന്നെ ഇതുപോലെ ഒരു 4 പീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതൊന്ന് അടച്ചു വെക്കുക. ആ ഒരു ഫിഷിൻ്റെ സ്മെല്ലുണ്ടല്ലോ അത് ആ ഒരു മസാലയിലൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഞാനൊരു 2 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫിഷിന് മുകളിലായിട്ട് മസാല ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ആ ഒരു മസാല ഫിഷിന് മുകളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ദമ്മിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു മസാലയുടെ മുകളിലേക്കായിട്ട് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫുള്ളായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നില്ല, പകുതി
ഇനിയിപ്പോൾ ഇതാ നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ആക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് ഒന്നുകൂടെ നല്ലൊരു കളറും അതുപോലെ തന്നെ റൈസ് നല്ലപോലെ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയില മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഇത്രയും ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും ഒനിയനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും, പക്ഷെ ദമ്മിടുന്ന സമയത്ത് ഇതൊക്കെ പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് അടുത്ത ലെയറായിട്ട് റൈസ് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പകുതി മസാല ഇട്ട് കൊടുത്തതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മസാല ഇട്ട് കൊടുത്തിട്ട് റൈസ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഏറ്റവും മുകളിലായിട്ട് റൈസ് വരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഗീയും അതുപോലെ തന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഫിഷില്ലേ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫിഷ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫിഷിൻ്റെ ഫ്ലേവർ നമ്മുടെ ബിരിയാണിയിൽ ഫുള്ളായിട്ട് ഇറങ്ങി വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ദം പൊട്ടിക്കലാണ് കേട്ടോ ഇനി അടുത്ത പരിപാടി. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാനിതാ ദം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത് തന്നെ എന്താ പറയുക വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ഫിഷ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ റൈസില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മസാല ഉണ്ടല്ലോ ആ ഒരു മസാലയിലേക്ക് ബാക്കി വന്നിട്ടുള്ള കുറച്ച് ചോറും കൂടി ആക്കിയിട്ട് എന്താ പറയുക ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ദം ചെയ്തതുപോലെ എന്താ പറയുക അടിയിൽ മസാലയും പിന്നെ മുകളിൽ ചോറും ആക്കിയിട്ട് അങ്ങനെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു റെസിപ്പി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസോ അല്ലെങ്കിൽ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.